ബംഗാളിൽ ഇന്നും പ്രതിഷേധമാളിക്കത്തുകയാണ്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടി. പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് നടക്കാനിരുന്ന മോഹൻ ബഗാൻ ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം റദ്ദാക്കി. തുടർന്ന് ഇരു ടീമുകളുടെയും ആരാധകർ അഭയയ്ക്കായി തെരുവിൽ ഒരുമിച്ചിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ദില്ലിയിൽ ഡോക്ടർമാർ മനുഷ്യച്ചങ്ങല തീർത്തായിരുന്നു സമരം. ബലാത്സംഗ കൊലപാതകത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിട്ടുമുണ്ട്. CBI അന്വേഷണം തുടരുകയാണ്. ആദിൽ പാലോഡിലേക്കാണ് ആദ്യം പോകുന്നത്. കൊൽക്കത്തയിൽ ആദിൽ പാലോഡ് തുടരുന്നു. ആദിൽ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? തെരുവുകളിൽ രാത്രികളിലെ പ്രതിഷേധം കൂടുതൽ ശക്തമായി തന്നെ നിൽക്കുന്നതാണ് കഴിഞ്ഞ 2 ദിവസവും കണ്ടത്. ബംഗാളിലെ സ്ഥിതി ഇപ്പോൾ ശാന്തമാണ് സ്മൃതി. പക്ഷേ മണിക്കൂറുകൾക്ക് മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന്റെ തൊട്ട് മുന്നിലാണ്. ഇവിടെയാണ് ബഹുജനങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞു കവിഞ്ഞ് അഭയയുടെ നീതിക്കായി ഇവിടെ സമരം നടത്തിയത്. ഇവിടെ പോലീസുകാരെ കൂടി നമുക്ക് കാണാം. വലിയ തോതിൽ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. പക്ഷേ പോലീസുകാരെ കൊണ്ടുപോലും നിയന്ത്രിക്കാനാവാത്ത രൂപത്തിലേക്ക് സമരം മാറി എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ഇന്ന് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മത്സരം സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധമാകും എന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസ് ഈ മത്സരത്തിന് അനുമതി നിഷേധിച്ചു. ഈ മത്സരത്തിനെത്തിയവരാണ് ഈ മോഹൻ ബഗാൻ താരങ്ങളടക്കം, ഈസ്റ്റ് ബംഗാളിലെ താരങ്ങളടക്കമുള്ളവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. എന്തുകൊണ്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും ഈ പെൺകുട്ടിയുടെ കൊലപാതകങ്ങളിലേക്ക് എത്താൻ CBIക്കോ പോലീസിനോ ആയിട്ടില്ല എന്ന ചോദ്യമാണ് ഇവിടെ ചേർന്ന യുവാക്കൾ, ബഹുജനങ്ങൾ ചോദിക്കുന്നത്. യുവാക്കൾ മാത്രമായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഈ കളി കാണാനാകാതെ പുറത്തേക്കിറങ്ങിയവർ ഈ അഭയയുടെ നീതിക്കായി പ്രതിഷേധം തുടങ്ങുകയായിരുന്നു. പിന്നാലെ താരങ്ങൾ പിന്തുണയുമായി എത്തി. കുറേയധികം താരങ്ങളെയും ആരാധകരെയും പോലീസ് പിടികൂടിയതോടുകൂടിയാണ്, പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടുകൂടിയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത്. ബഹുജനങ്ങളാകെ വയോധികർ അടക്കമുള്ളവർ, ചെറിയ കുട്ടികളടക്കം ഈ 7 ദിവസത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് മമതാ സർക്കാർ. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇന്ന് പ്രതിഷേധം നടന്നിട്ടില്ല എന്നാണോ? ഈ രൂപത്തിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് ഇന്നിവിടെ കണ്ടതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയും പകലുമായി വലിയ പ്രതിഷേധം ആർജിക്കാർ മെഡിക്കൽ കോളേജിന് മുന്നിലുണ്ടായിരുന്നു. നിരോധനാജ്ഞ കാരണം അവിടെ പ്രതിഷേധത്തിന് തടസ്സമുണ്ട്. സജീവമായ ഒരു സമരപ്പന്തൽ നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ഇപ്പോൾ വന്നിട്ടില്ല. ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ 7 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ നിരോധനാജ്ഞ മറികടന്ന് രാത്രിയിൽ പ്രക്ഷോഭം ഉണ്ടാകുമോ എന്ന സംശയം കൂടി ഇപ്പോൾ പോലീസിനുണ്ട്. ഏതായാലും വലിയ രൂപത്തിൽ ഈ ഒരു പ്രതിഷേധം എന്നതിലുപരി ഒരു പ്രക്ഷോഭമായി വെസ്റ്റ് ബംഗാളിലെ, പശ്ചിമ ബംഗാളിലെ ഈ സമരം മാറുന്നു എന്നുള്ളതാണ്. നമ്മോടൊപ്പം ഒരു ഇപ്പോൾ പ്രതിഷേധത്തിനായി എത്തിയ ഒരു ആരോഗ്യ പ്രവർത്തകൻ, മലയാളിയാണ് അഖിൽ. ഈ പ്രതിഷേധം എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഈ കളിക്ക് വന്നവർ മുഴുവൻ അഭയയ്ക്ക് വേണ്ടി, ഈ കൊല്ലപ്പെട്ട കുട്ടിക്ക് വേണ്ടി പ്രതിഷേധിക്കുകയായിരുന്നു. ഇന്ന് കളി 2 ടീമും സംയോജിച്ച് അത് ക്യാൻസൽ ചെയ്തായിരുന്നു കളി. പക്ഷെ എന്നാലും ആ കളിയുടെ ആരാധകർ ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് പോലെ നടക്കുന്നതാണ് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മത്സരം. അപ്പൊ അതുപോലെ വാശിയേറിയ മത്സരം നടക്കേണ്ട ഇന്നാണ് അവർ ആ മത്സരം ഉപേക്ഷിച്ചിട്ട് ഇതിനുവേണ്ടി ഇന്ന് അവരുടെ ആരാധകരെല്ലാം ഇവിടെ തടിച്ചുകൂടി ഇതിനെതിരെ വൻപിച്ച പ്രതിഷേധമാണ് ഇവിടെ നടത്തിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബംഗാളാകെ അല്ലെങ്കിൽ കൊൽക്കത്തയാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിവിടെ വർഷങ്ങളായി ജീവിക്കുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ ആഭാരതത്വം ജനങ്ങൾ, ചെറിയവരും 10 വർഷമായി ഇവിടെ കഴിയുന്നത്. ഇതുപോലൊരു സാഹചര്യം മുമ്പുണ്ടായിട്ടില്ല. ഇതുവരെ സാഹചര്യം ഉണ്ടായിട്ടില്ല. പാർട്ടി, മതം ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് വമ്പിച്ച രീതിയിലാണ് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഒരു അത്രയും ക്രൂരമായിട്ടൊരു കൊലപാതകമാണ് ഇവിടെ. ശരി, അതിൽ അതിശക്തമായ പ്രതിഷേധമാണ്. അതിൽ ആ പ്രതികരണം എടുത്തുകൊള്ളുക. അപ്പോൾ